അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ റമദാനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡിസിപ്ലിനും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ദിവസങ്ങളാണ്. പക്ഷേ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത്, നോയമ്പ് തുറയുടെ സമയത്ത് നമുക്ക് സമൂസയും നമുക്കില്ലാതെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികളെയൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് കൊടുക്കുമ്പോഴാണ് അവർ സന്തോഷത്തോടെ നോയമ്പ് പിടിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എണ്ണയില്ലാത്ത എളുപ്പമായിട്ടുള്ളൊരു സ്നാക്സ്. അപ്പോൾ ഈ സ്നാക്ക് വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടമാവുന്നത് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ടോട്ടിലാണ് ഈ ചപ്പാത്തി പോലുള്ളത്. ചപ്പാത്തി വെച്ച് നമുക്കുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പാലാട പോലെ ഉണ്ടാക്കിയിട്ടും എടുക്കാം. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഇത് എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇതിനെ ഒരു വട്ട ഗ്ലാസ്സോ മറ്റോ വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കെടുക്കാം. പുതുമകളെ മേശപ്പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ വളരെ ഉത്സാഹം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇതെടുത്ത് കഴിയുമ്പം നമുക്ക് ചെറിയൊരു ഗ്ലാസ്സോ കുപ്പിയോ മറ്റോ ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തവയുടെ ഉപ്പറോ മേളിലോ അതോ അല്ലെങ്കിൽ മൈക്രോ ഓവനിലോ ഇത് വെച്ച് കൊടുത്താൽ നമുക്ക് ഇതുമാതിരി ഒരു കർവ് കിട്ടും. കണ്ടോ, കുറച്ച് നേരമേ വയ്ക്കാവുള്ളൂ. ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ വയ്ക്കാവൂ. അതിൽ കൂടുതൽ വെച്ചാൽ നമുക്ക് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കാം. നമുക്കത് ഇങ്ങനെ ആക്കി എടുത്തതാണ് ഈ ടോട്ടിലാസ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ ഓരോന്നിനെയും എടുത്ത് നമുക്ക് കുറച്ച് പീനട്ട് ബട്ടർ അല്ലെ ജാം, കുട്ടികൾക്ക് എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് ഇതിലൊന്ന് തേച്ച് കൊടുക്കാം. വലിയവർക്ക് കുറച്ച് തേച്ചാൽ മതി, നമുക്ക് ആരോഗ്യവും സൂക്ഷിക്കേണ്ടതല്ലേ. കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കാം, അവർ കുറച്ച് ഇഷ്ടത്തോടെ തിന്നട്ടെ. ജാം ഇഷ്ടമുള്ളവർക്ക് ജാം വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ സാദാ ബട്ടർ ഇതെല്ലാം ഇതിനകത്ത് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഗ്രീൻ ആപ്പിളാണ്, പച്ച ആപ്പിളാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ആപ്പിൾ പോലെ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ഫ്രൂട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിനുശേഷം അതിനൊരു ടോപ്പിംഗ് ആയിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ കട്ട് ഇങ്ങനെ കുറച്ച് ഭംഗിയായിട്ട് വെച്ചു, കുട്ടികൾക്കൊക്കെ സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം കുറച്ച് ഇതിൽ ബദാമിൻ്റെ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. പീനട്ട് ഇട്ടാലും വളരെ നന്നായിരിക്കും, കാരണം നമ്മളിവിടെ പീനട്ട് ബട്ടർ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ബദാം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊരു ചെറിയൊരു സ്നാക്കാണ്. ഇതിൽ എണ്ണയുമില്ല, എന്നാൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു നോയമ്പ് തുറ ഉണ്ടാക്കാം. ഇതിലൊരു നമുക്കൊരു പുതിനയും കൂടി വെച്ച് കൊടുത്താൽ ഇതിൽ നല്ല കളർഫുള്ളുമായി നമുക്ക് വളരെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. ഇങ്ങനെ പല പല എളുപ്പമുള്ള സ്നാക്സും നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സമയവും ലാഭമാണ്, നല്ല ആരോഗ്യപരമായിട്ടും വളരെ നല്ല സാധനങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ നോയമ്പ് തറ ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതട്ടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. റമദാൻ കരീം.